ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പാരലൽ ലൈൻസ് ചാപ്റ്റർ 3 9ാം ക്ലാസ്സിലെ മാത്സിലെ മൂന്നാമത്തെ പാഠം നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. അതിൽ പേജ് നമ്പർ 46 കുറച്ച് പ്രോബ്ലം നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പ് നമുക്കൊരു തിയറം പോയിൻ്റ് പഠിക്കാനുണ്ട്. അതെന്താണ്? നമ്മൾ അത് അൺഈക്വൽ ഡിവിഷൻസ്, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അൺഈക്വൽ ഡിവിഷൻസ് എന്ന ഹെഡിങ്ങിൽ കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു എന്താണ് അതെന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അത് മാത്രം പറയാം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കുറേ എക്സ്പ്ലനേഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയും ഞാൻ പറയുന്നില്ല. എന്താ അതിൽ പറയുന്നതെന്ന് മാത്രം നമുക്ക് നോക്കാം. അൺഈക്വൽ ഡിവിഷൻ, ആ പേര് തന്നെ നമുക്ക് മനസ്സിലാവും അല്ലേ. അൺഈക്വൽ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈക്വൽ അല്ലാതെ ഡിവൈഡ് ചെയ്യുന്നു എന്നുള്ള പോലെ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ പാരലൽ ലൈൻസ്, നമ്മൾ പാരലലായിട്ട് വരയ്ക്കുന്ന ലൈൻസൊക്കെ എന്താണ്, അതിൽ കൂടെ പോകുന്ന ലൈനിനെ ഈക്വലായിട്ട് കട്ട് ചെയ്യുന്ന അല്ലേ. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇങ്ങനെ കുറച്ച് ഞാൻ നിങ്ങളുടെ നോട്ട്ബുക്സിലെ ലൈൻസ് ഒരേ ഡിസ്റ്റൻസ് ആണല്ലേ അതിൻ്റെ ഇടയിൽ വരുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ലൈൻസ് എന്താ ചെയ്യുന്നത്? ആ ലൈനിനെ ഒരുപോലെ കട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന ലൈനായാലും അതിനെ ഒരേ ലെങ്ത്തിൽ ഇങ്ങനെ ഇടയിലുള്ള ഗ്യാപ്പൊക്കെ സെയിം ആയിരിക്കും. അതുപോലെ തന്നെ നമ്മളത് സ്ലാൻഡ് ചെയ്തിട്ടാണ് വരയ്ക്കണമെങ്കിലും അതിൻ്റെ ഇടയിലുള്ള ലൈൻസൊക്കെ എന്താണ് നമുക്ക് ഈക്വലായിട്ട് കിട്ടുന്ന നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ ഇത് ഈക്വൽ ഡിവിഷൻ ആയിരുന്നു അല്ലേ, ഈക്വൽ ഡിവിഷൻ ആയിരുന്നു അല്ലേ. ഇനി അടുത്ത് പറയാൻ പോകുന്നത് അൺഈക്വൽ ഡിവിഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പാരലൽ ലൈൻസിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് ഡിഫറെൻ്റ് ആണെങ്കിൽ, ഇപ്പോൾ ഇത്രയും ഡിസ്റ്റൻസുള്ള ഒരു പാരലൽ ലൈൻ, അടുത്ത് ഇത്രയേ ഉള്ളൂ ഡിസ്റ്റൻസ്, കുറച്ച് അടുത്താന്ന് വിചാരിക്കുക. അപ്പം ഇങ്ങനെയുള്ള പാരലൽ ലൈൻസ് ആണെങ്കിൽ ഇപ്പം നമ്മളൊരു ലൈൻ വരച്ചാൽ, ഇപ്പോൾ 2 ലൈൻ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഈ ലൈനിനെ അതെന്ത് ചെയ്യും? അതായത് ഇപ്പോൾ ഇത് P, ഇത് Q, ഇത് R, ഇത് S ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് എന്താണ് ഇങ്ങനെ 2 ലൈന് ഇത് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്? ഇവർ തമ്മിൽ ഡിസ്റ്റൻസ് എന്താണ്? സെയിം അല്ല. പിയുടെ ഡിസ്റ്റൻസ് അല്ല ക്യൂവിന്, ആറിൻ്റെ ഡിസ്റ്റൻസ് അല്ല എസ്സിന്. പക്ഷേ ഈ പിയും ആറും ഒരേ റേഷ്യോയിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ ക്യൂവും എസ്സും ഒരേ റേഷ്യോയിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ എഴുതാം? പി ബൈ ക്യൂ ഇസ് ഈക്വൽ ടു ആർ ബൈ എസ് എന്ന് എഴുതാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് പി ഈസ് ടു ക്യൂ ഇസ് ഈക്വൽ ടു ആർ ഈസ് ടു എസ് ഇങ്ങനെയും എഴുതാം. ഓക്കെ, അതായത് ഇത്രയേ ഉള്ളൂ. ഇവിടെ നമ്മൾ ഈക്വൽ ആയിട്ടുള്ള പാരലൽ ലൈൻസ് ആയിരുന്നു, ഈക്വൽ ഡിസ്റ്റൻസ് ആയിരുന്നു പാരലൽ ലൈൻസ് തമ്മിൽ. അപ്പോൾ അതിനിടയിൽ വരുന്ന ഈ കട്ടിങ്ങും എന്തായിരിക്കും? ഈക്വലി ആയിരിക്കും. ഇത് ഈക്വൽ ഡിസ്റ്റൻസിലാവും കട്ട് ചെയ്യുക നമ്മുടെ ലൈനിനെ. ഇതാണല്ലോ നമ്മുടെ ലൈൻ എ ബി അല്ലെങ്കിൽ പി ക്യൂ. അങ്ങനെ നമ്മൾ വരയ്ക്കുന്ന ലൈനിനെ അത് ഈക്വലായിട്ട് കട്ട് ചെയ്ത് പോകും. ഓക്കെ, പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഈ പാരലൽ ലൈൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസിൽ വ്യത്യാസമുണ്ട്. ഇവിടെ കുറച്ച് ഡിസ്റ്റൻസേ ഉള്ളൂ, ഇവിടെ കൂടുതൽ ഡിസ്റ്റൻസ് ഉണ്ട്. പക്ഷേ ഇവർ ഈ ലൈനിനെ കട്ട് ചെയ്യുന്ന റേഷ്യോ സെയിം ആയിരിക്കും. ഇതിന് എത്ര റേഷ്യോയിലാണോ അതേ റേഷ്യോയിൽ തന്നെയാണ് ഇവിടെയും കട്ട് ചെയ്യുന്നത്. മനസ്സിലായോ? ഇവിടെ എത്രയാണോ കട്ട് ചെയ്യുന്നത് അതേ റേഷ്യോയിൽ തന്നെയാണ് ഇവിടെയും കട്ട് ചെയ്യുന്നത്. ഓക്കെ, 3 or more parallel lines cut any 2 line in the same ratio എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഒന്നോ അതിലധികമോ, 1 2 3 പാരലൽ ലൈൻ ഉണ്ട് അല്ലേ ഇവിടെ. ഈ 3 പാരലൽ ലൈനും നമ്മുടെ ഈ 2 ലൈനിനെ കട്ട് ചെയ്യുന്നത് ഒരേ റേഷ്യോയിലാണ്. അതായത് പിയുടെ അതേ ലെങ്ത്തിൽ തന്നെയാണ് ഈ ആർ വരെയുള്ള ലെങ്ത്തിനെ കട്ട് ചെയ്യുന്നത്. ക്യൂവിൻ്റെ അതേ ഇതിൽ തന്നെയാണ് ഇവിടുത്തെ എസ്സിന് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പി ബൈ ക്യൂ is equal to ആർ ബൈ എസ് എന്ന് എഴുതാം. ഇനി ഈ റേഷ്യോ ആയിട്ട് എഴുതുകയാണെങ്കിൽ പി ഈസ് ടു ക്യൂ ഇസ് ഈക്വൽ ടു ആർ ഈസ് ടു എസ് എന്നും എഴുതാം. അപ്പം നമ്മൾ പഠിച്ച ഈ ഒരു തിയറായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു പ്രോബ്ലം നമുക്ക് ചെയ്ത് നോക്കാം. ഹൗ വി ഡിവൈഡ് 8 സെൻറ്റിമീറ്റർ ലോങ് ലൈൻ ഇൻ ദ റേഷ്യോ 1:2. അപ്പോൾ നമുക്ക് 8 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു ലൈനിനെ നമുക്ക് എന്ത് ചെയ്യണം? 1:2 റേഷ്യോയിൽ കട്ട് ചെയ്യണം അല്ലേ. അപ്പോൾ നമുക്ക് 1:2 റേഷ്യോയിൽ കട്ട് ചെയ്യണമെങ്കിൽ ഓരോ പീസും എത്ര വീതം വരണം എന്ന് കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ 8 റേഷ്യോ എന്ന് പറയുന്നത് അതിൻ്റെ യഥാർത്ഥ ലെങ്ത് ആയിരിക്കില്ല. അതായത് ഇതിന് ശരിക്കുള്ള ലെങ്ത് എന്തായിരിക്കും? 1 × x 2 × x ആയിരിക്കും. ഇത് രണ്ടും ആഡ് ചെയ്യണത്, അതായത് 1x + 2x ആണ് നമുക്ക് എന്ത് കിട്ടേണ്ടത്? 8 സെൻറ്റിമീറ്റർ കിട്ടുക. റേഷ്യോ ആണ് എന്ത്? 1:2 എന്ന് പറയുന്നത്. അപ്പോൾ 1:2 റേഷ്യോയിൽ കട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ
അതിൻ്റെ ലെങ്ത്ത് എത്ര വീതമായിരിക്കും എന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ നമുക്കറിയാം 1:2 എന്ന് പറയുമ്പോൾ 8 സെൻറ്റിമീറ്ററിൻ്റെ എത്രയാണ് ഈ 1 പാർട്ട് എന്നറിയണം. 8 സെൻറ്റിമീറ്ററിൻ്റെ എത്രയാണ് ഈ 2 പാർട്ട്. ഈ 2 പാർട്ട് 8 സെൻറ്റിമീറ്റർ 2 പാർട്ട് എത്രയാണെന്ന് നമുക്കറിയണം. അത് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം നമുക്ക് 1 പാർട്ട് എത്രയാണെന്ന് നോക്കാം. അത് കണ്ടുപിടിക്കാൻ 1 ഇത് രണ്ടും കൂട്ടാം. ഈ റേഷ്യോസിൻ്റെ സമ്മ്, അതായത് 1ഉം 2ഉം കൂടെ കൂട്ടാം. അപ്പോൾ 3 എന്ന് കിട്ടുമല്ലോ. അപ്പോൾ 1/3 × 8 ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു 1 പാർട്ട് എത്രയാണെന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ചെയ്യുമ്പോൾ 8/3 എന്ന് കിട്ടും. അപ്പോൾ 8/3 എന്ന് പറഞ്ഞാൽ 8നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. നമുക്കറിയാം 3 2s are 6 ആണ്, ബാക്കി നമുക്ക് 2 കിട്ടും. അപ്പോൾ 2 and 2/3 ആണ് നമുക്ക് ഒരു പാർട്ട് കിട്ടുന്നത്. ഏത്? ഈ ഫസ്റ്റ് 1 എന്നുള്ള ഈ പാർട്ട്. അടുത്തത് ഇതിൻ്റെ 2 പാർട്ട് എത്രയാണെന്ന് കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? 2 ഇത് രണ്ടും ആഡ് ചെയ്തത് 3 × എത്രേൻ്റെയാണ് കാണുന്നത്? 8 സെൻറ്റിമീറ്ററിൻ്റെ. അപ്പോൾ അത് കാണാൻ 2/3 × 8 ചെയ്തു. അപ്പോൾ 2 × 8 നമുക്ക് എത്ര കിട്ടും? 2 8s are 16 /3 എന്ന് കിട്ടും. അപ്പോൾ 16നെ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? നമുക്കറിയാം 3 5s are 15 ആണ് അല്ലേ. റിമൈൻഡർ 1 കിട്ടും. അപ്പോൾ നമുക്ക് 5 and 1/3 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് 1:2 എന്ന് പറയുന്ന റേഷ്യോയിൽ നമ്മൾ 8 സെൻറ്റിമീറ്ററിനെ കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന പാർട്ടുകൾ ഏതൊക്കെയാണ്? 2 and 2/3, അതുപോലെ തന്നെ 5 and 1/3യിലാണ് അതിനെ കട്ട് ചെയ്യുക. 1:2 റേഷ്യോയിൽ 8 സെൻറ്റിമീറ്ററിനെ കട്ട് ചെയ്യുക എങ്ങനെയാണ്? ഇങ്ങനെയായിരിക്കും. അതായത് ഒരു ലെങ്ത്ത് 2 and 2/3, ഒരു ലെങ്ത്ത് 5 and 1/3 ആയിരിക്കും. പക്ഷേ നമ്മുടെ സ്കെയിലിൽ നമുക്കിങ്ങനെ ഈ 2 and 2/3, 5 and 1/3 എടുത്തിട്ട് മെഷർ ചെയ്ത് കട്ട് ചെയ്യാനുള്ള അളവുകളൊന്നും നമ്മുടെ സ്കെയിലില്ല അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമുക്കറിയാവുന്നൊരു മെഷർ എടുത്തിട്ട് നമ്മളിതിനിങ്ങനെ കട്ട് ചെയ്യും. നമ്മൾ കഴിഞ്ഞ പ്രോബ്ലങ്ങളിലൊക്കെ ചെയ്ത പോലെ. ഇവിടെ റേഷ്യോ ആണെന്നേ ഉള്ളൂ. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. അപ്പോൾ ഇവിടെ നമുക്ക് ഇതാണ് ലെങ്ത്ത് കിട്ടേണ്ടത്, അതായത് 2 and 2/3, മറ്റേ കഷ്ണം 5 and 1/3. അപ്പോൾ നമ്മളിത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കറക്റ്റായിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ലെങ്ത്ത് എടുക്കാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാനൊരു 6 സെൻറ്റിമീറ്റർ എടുക്കാമെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ 6 സെൻറ്റിമീറ്റർ എടുക്കുമ്പോൾ നമുക്കതിനെ 2 4 അങ്ങനെ വെച്ച് കട്ട് ചെയ്തുകൂടെ. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ലെങ്ത്ത് 2 സെൻറ്റിമീറ്ററും ഇവിടെ നിന്ന് ഇവിടം വരെ ഞാൻ 4 സെൻറ്റിമീറ്ററും അടയാളപ്പെടുത്തി. അപ്പോൾ ഇതെന്താ? മൊത്തം 6 സെൻറ്റിമീറ്റർ ആണല്ലേ. ഇനി ഇതിനൊന്ന് ചെറുതാക്കി നോക്കൂ നിങ്ങൾ. ഇതിൻ്റെ റേഷ്യോ നമുക്ക് 1:2 എന്ന് കിട്ടും. കാരണം 2ൻ്റെ ടേബിളിൽ 2 1 ടൈംസും 4ൻ്റെ ടേബിൾ 4 ആവാനായിട്ട് 2 2 ടൈംസും ആണ്. അപ്പോൾ ഇത് 1:2 റേഷ്യോയിൽ നമുക്ക് ഈ 6 സെൻറ്റിമീറ്ററിനെ കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ. കറക്റ്റായിട്ട് നമുക്ക് 2 സെൻറ്റിമീറ്റർ 4 സെൻറ്റിമീറ്റർ എടുത്താൽ മതി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു റേഷ്യോയിലാണ് നമ്മളിനി കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ കഴിഞ്ഞ പ്രോബ്ലങ്ങളിലൊക്കെ മെഷർ ചെയ്യാൻ പറ്റാത്തതിനെ നമ്മൾ മെഷർ ചെയ്യാൻ പറ്റുന്ന, കട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ലെങ്ത്ത് വെച്ചിട്ട് പാരലൽ ലൈൻസ് വെച്ച് കട്ട് ചെയ്തിട്ടല്ലേ ചെയ്തത്. അതേപോലെ തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. ഇവിടെ നമ്മൾ 6 സെൻറ്റിമീറ്ററാണ് നമുക്ക് കറക്റ്റായിട്ട് 1:2 വേറെ എടുക്കാം. ഇവിടെ ഞാൻ 6 സെൻറ്റിമീറ്റർ എടുത്തിട്ടുണ്ട്. അതിന് നമുക്ക് 1:2 കറക്റ്റ് കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ റേഷ്യോയിൽ 2ഉം 4ഉം എടുത്താൽ മതി. അപ്പോൾ നമുക്ക് 6 സെൻറ്റിമീറ്റർ വരച്ചിട്ട് പിന്നെ 8 സെൻറ്റിമീറ്ററിനെ അതുകൊണ്ട് കട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം തന്നെ നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നു? 8 സെൻറ്റിമീറ്റർ വരയ്ക്കുന്നു. 8 ഇവിടെയോ ആദ്യം 6 വരച്ചാലും കുഴപ്പമില്ല. ഞാൻ 8 സെൻറ്റിമീറ്റർ ഇപ്പോൾ താഴെ വരയ്ക്കുന്നുണ്ട്. ഇവിടെ 8 സെൻറ്റിമീറ്റർ വരച്ചു. ഇനി 6 സെൻറ്റിമീറ്ററാണ് നമ്മൾ അറിയാവുന്ന ഒരു ലെങ്ത്ത് എടുക്കുന്നത് അല്ലേ. 6 സെൻറ്റിമീറ്റർ ഇവിടെയും വരച്ചു. നമ്മുടെ 6 സെൻറ്റിമീറ്റർ പിന്നെ നമ്മളെങ്ങനെ കട്ട് ചെയ്യണം? 2ഉം 4ഉം ആയിട്ട് കട്ട് ചെയ്യണം അല്ലേ. അപ്പോൾ ഇവിടെ നിന്ന് ഇവിടം വരെ ഞാൻ 2 സെൻറ്റിമീറ്റർ, ഇവിടെ നിന്ന് ഇവിടം വരെ 1 2 3 4 സെൻറ്റിമീറ്റർ അല്ലേ. അപ്പോൾ ഇത് 2 സെൻറ്റിമീറ്റർ, ഇത് 4 സെൻറ്റിമീറ്റർ എന്ന് കട്ട് ചെയ്തു. ഇനി എന്ത് ചെയ്യണം? നമ്മൾ ഈ 2 ലൈൻസ് നമ്മൾ യോജിപ്പിച്ചു. കഴിഞ്ഞ പ്രോബ്ലങ്ങളിലൊക്കെ നമ്മൾ ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇവിടെ റേഷ്യോ ആണെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഈ റേഷ്യോ കണ്ടുപിടിക്കണമെന്നേ ഉള്ളൂ. മറ്റോട് നമ്മൾ 3 സൈഡാണെങ്കിൽ അതനുസരിച്ചാണ് ചെയ്തത്. ഇവിടെ റേഷ്യോ ആയതുകൊണ്ട് നമ്മൾ ഈ സ്റ്റെപ്സിലൂടെ നമ്മൾ ഓരോ സൈഡിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 1:2 റേഷ്യോയിൽ കട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ലൈൻ എടുത്ത് ചെയ്തിട്ട് നമ്മൾ ആ റേഷ്യോ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇവിടെ ഇതിനെ കട്ട് ചെയ്യാനാണ് പോണേ.
അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിന് പാരലായിട്ട് ഈ ഒരു പോയിൻ്റ് അല്ലേ നമുക്ക് കിട്ടിയിരിക്കുന്നത്, ഇവിടേക്ക് ഒരു പാരലൽ ലൈൻ വരയ്ക്കാം. അതുപോലെ ഈ പോയിന്റുകളിലാണ് വരയ്ക്കേണ്ടത് പാരലൽ ലൈൻ. അപ്പോൾ ഇവിടെ ഒരു പാരലൽ ലൈൻ ഉണ്ട്, ഇനി ഇതിലേക്ക് വരയ്ക്കാം, ഇതിലേക്കും വരയ്ക്കാം. അപ്പോൾ നമ്മളത് എങ്ങനെ വരയ്ക്കാറ്? സെറ്റ് സ്ക്വയറിൻ്റെ ഹെൽപ്പോട് കൂടിയാണ് നമ്മൾ വരയ്ക്കാറ് അല്ലേ. അപ്പോൾ നമ്മൾ സെറ്റ് സ്ക്വയർ എടുക്കാം. നമുക്കിതിന് പാരലായിട്ട് ലൈൻ വരയ്ക്കാനായിട്ട് നമ്മൾ സ്കെയിൽ വയ്ക്കുക, സെറ്റ് സ്ക്വയർ വയ്ക്കുക. ഇനി ഇവിടെ പാരലൽ ലൈൻസിൻ്റെ ഇതിലെ തന്നെ സ്കെയിൽ നീക്കാതെ സെറ്റ് സ്ക്വയർ മാത്രം നീക്കുക. അടുത്ത പോയിന്റിലെത്തുമ്പോൾ അവിടെ സ്റ്റോപ്പ് ചെയ്യുക. സ്റ്റോപ്പ് ചെയ്തിട്ട് ആ പോയിന്റിൽ നിന്ന് നമുക്ക് എന്ത് വരയ്ക്കാം? ഒരു പാരലൽ ലൈൻ ഇങ്ങോട്ട് വരയ്ക്കാം അല്ലേ. അത് വരച്ചെടുക്കുക. ഇനി വീണ്ടും ഇതിങ്ങനെ തന്നെ നീക്കാതെ അടുത്തൊരു പോയിന്റ് എത്തുമ്പോൾ അവിടെയും ഒരു പാരലൽ ലൈൻ വരച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇത് 2 സെൻറ്റിമീറ്റർ, ഇത് 4 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇതും അതിനെ എന്ത് ചെയ്യും? ഇത് 1:2 റേഷ്യോ ആണ് അല്ലേ, ഈ ലൈനിനെ കട്ട് ചെയ്തത്. കാരണം ഇത് 2 സെൻറ്റിമീറ്റർ 4 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 2 സെൻറ്റിമീറ്റർ 4 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ അതെന്താണ്? 1:2 ആണ് അല്ലേ. കാരണം എന്താ? ഇത് 1 × 2 2 × 2 4. അപ്പോൾ ഇത് 1:2 റേഷ്യോയിൽ കിട്ടി. അപ്പോൾ നമ്മുടെ ഈ ലൈനിനെയും 8 സെൻറ്റിമീറ്റർ ലൈനിനെയും അത് എന്ത് ചെയ്തിട്ടുണ്ടാവും? 1:2 റേഷ്യോയിൽ കട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇത് 1:2 റേഷ്യോ നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് എത്രയാണെന്ന് അല്ലേ. ഒന്ന് 2 and ലെങ്ത്ത് 2 and 2/3, മറ്റേത് 5 and 1/3. അപ്പോൾ ഈ ചെറിയ ഡിസ്റ്റൻസ് ആയിരിക്കും എന്ത്? 2 and 2/3. ഈ കഷ്ണം ഉണ്ടല്ലോ ഇവിടം തൊട്ട് ഇവിടം വരെ, അതായിരിക്കും എന്ത്? 5 and 1/3. അപ്പോൾ നമ്മൾ 8 സെൻറ്റിമീറ്ററിന് എന്ത് ചെയ്തു? 1:2 റേഷ്യോയിൽ, അതായത് 2 and 2/3 5 and 1/3. ഇതിനെ ചെറുതാക്കുമ്പോൾ നമുക്ക് 1:2 എന്ന് പറയുന്ന റേഷ്യോ കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ റേഷ്യോ. ഇപ്പോൾ 8 സെൻറ്റിമീറ്ററിന് നമുക്ക് 1:2 റേഷ്യോയിൽ കട്ട് ചെയ്യാനായിട്ട് മെഷർമെൻറ്റ്സ് എടുക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അറിയാവുന്ന ഒരു ലെങ്ത്ത് 6 സെൻറ്റിമീറ്റർ നമുക്ക് ഈ ഒരു റേഷ്യോയിൽ 2ഉം 4ഉം എടുത്താൽ കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ 6 എടുത്തിട്ട് ഇതുപോലെ 8നെ 1:2 റേഷ്യോയിൽ കട്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യുന്നത്. ഇനി ഒരു പ്രോബ്ലം കൂടെ നമുക്ക് നോക്കാം. ഡ്രോ എ റെക്റ്റാങ്കിൾ ഓഫ് പെരിമീറ്റർ 30 സെൻറ്റിമീറ്റർ ആൻഡ് സൈഡ്സ് ഇൻ ദ റേഷ്യോ 5:3. അതായത് ഒരു റെക്റ്റാങ്കിൾ, ഈ റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ നമുക്ക് തന്നിട്ടുണ്ട്. പെരിമീറ്റർ എത്രയാണ്? പെരിമീറ്റർ = 30 സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ്? ഈ എല്ലാ 4 സൈഡും ആഡ് ചെയ്ത് കിട്ടുന്ന ലെങ്ത് ആണല്ലേ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് പക്ഷേ സൈഡിൻ്റെ റേഷ്യോ തന്നിരിക്കുന്നത് 5:3 എന്നാണ്. 5:3 എന്ന് പറഞ്ഞാൽ അത് 5ഉം 3ഉം ആണെന്നല്ല അർത്ഥം. ഓക്കെ, 5x:3x എന്നാണ്. അതായത് ഇവിടെ ലെങ്ത്ത് വരിക, ഇതിൻ്റെ ലെങ്ത്ത് 5x, ഇത് 3x എന്നാണ്. അത് നമ്മൾ കണ്ടുപിടിക്കണം എത്ര ലെങ്ത്ത് എന്നൊക്കെയുള്ളത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? 5:3 എന്ന് പറയുന്ന റേഷ്യോയിലാണ് അത് കട്ട് ചെയ്യുന്നത്. ഏതിനെ? ഈ സൈഡുകളെ. അപ്പോൾ നമുക്ക് ഈ 30 സെൻറ്റിമീറ്റർ എന്നുള്ളതിൻ്റെ ഈ റേഷ്യോയിൽ കട്ട് ചെയ്യുന്നത് ഈ 30 സെൻറ്റിമീറ്ററിനെയാണല്ലോ. അപ്പോൾ നമുക്കത് എത്രയാണെന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്കതിന് മുമ്പ് പെരിമീറ്റർ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? 2 × L + B എന്നുള്ളതാണ് അല്ലേ. 2 × L + B ആണ് എന്ത്? 30 സെൻറ്റിമീറ്റർ നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ L + B എത്രയായിരിക്കും? L + B എന്ന് പറയുന്നത് 30/2, ദാറ്റ് ഈസ് ഈക്വൽ ടു 15 സെൻറ്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ ലെങ്ത്തും ബ്രെഡ്ത്തും ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടണം? 15 സെൻറ്റിമീറ്റർ കിട്ടണം. അതായത് 5x + 3x ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? 15 എന്ന് കിട്ടണം. ഓക്കെ, അപ്പോൾ 5x + 3x = 15 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അതായത് 8x = 15 സെൻറ്റിമീറ്റർ. എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 15/8 ആയിരിക്കും. 5:3 റേഷ്യോയിലാണ് ഇത് കിടക്കുന്നത് അല്ലേ. അപ്പോൾ എക്സ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിന് ഈ 5:3 റേഷ്യോയിൽ എത്ര വീതമാണെന്ന് കണ്ടുപിടിക്കണം. അതായത് ഈ ലെങ്ത്തിൻ്റെ ഇതാണ് 15/8 എന്ന് പറയുന്ന ലെങ്ത്ത്. അത് എത്ര വീതമാണെന്ന് കാണാൻ എന്താ ചെയ്യുക? അതായത് 5:3 റേഷ്യോയിലാണല്ലോ. അപ്പോൾ അതിൻ്റെ 5 പാർട്ട് എത്രയാണെന്ന് നോക്കാം. അത് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? 5 ഇതിൻ്റെ ടോട്ടൽ, അതായത് 8 ഇൻറ്റു 5/8 ഇൻറ്റു എത്രയാണ്? 15. ഓക്കെ, 5/8 ഇൻറ്റു 15 സെൻറ്റിമീറ്റർ ചെയ്യാം. അപ്പോൾ നമുക്കത് എന്ത് കിട്ടും? 15 × 5 ചെയ്യാം. 15 × 5 നിങ്ങൾക്ക് എത്ര കിട്ടും? 75/8 എന്ന് കിട്ടും അല്ലേ.
അപ്പോൾ 75/8 ചെയ്ത് നോക്കാം. അപ്പോൾ 75 എത്ര വട്ടാണ്? 9 8s are 72. ബാക്കി എത്ര വരും? 3. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ 9 and 3/8 എന്ന് വരും. അതാണ് 5 പാർട്ട്, അതായത് 15ൻ്റെ 5 ഭാഗം എന്ന് പറയുന്നത്. ഇനി അടുത്തത് 3 പാർട്ട് കാണണ്ടേ? അപ്പോൾ 3 ഡിവൈഡഡ് ബൈ ഇതിൻ്റെ ടോട്ടൽ 8 ഇൻറ്റു 15. നമുക്ക് 15ൻ്റെ ആണ് കാണണ്ടേ അല്ലേ? കാരണം എന്താണ്, നമ്മൾ ഈ രണ്ട് റേഷ്യോ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അതായത് ലെങ്ത്ത് നമ്മൾ 2 × L+B ആണ് 30 എന്ന് പറഞ്ഞത്. അപ്പോൾ അതിൽ L+B കിട്ടാനായിട്ട് ഈ 2നെ താഴെ കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ L+B അതാണ് നമ്മുടെ 15 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ലെങ്ത്താണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ലെങ്ത്തിൻ്റെയാണ് നമ്മൾ കാണുന്നത്. മൊത്തം 30 സെൻറ്റിമീറ്ററിൻ്റെ കാണേണ്ട ആവശ്യമില്ല. അത് ഈ 4 സൈഡും കൂടിയതാണ്. നമുക്ക് ആവശ്യം ഏതാണ്? ലെങ്ത്തും ബ്രെഡ്ത്തിൻ്റെയും നീളത്തിൻ്റെ റേഷ്യോ ആണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ അത് 15 ആണെന്ന് കിട്ടിയല്ലോ. അപ്പോൾ 15 വെച്ച് ചെയ്താൽ മതി. അപ്പോൾ 15ൻ്റെ 5/8 പാർട്ട് എത്രയാണെന്ന് നോക്കാം. അതുപോലെ 15ൻ്റെ 3/8 പാർട്ട് നോക്കാം. അപ്പോൾ 15 × 3 എന്ന് പറയുന്നത് എത്രയാണ്? 45 എന്ന് കിട്ടും ബൈ 8. ഇനി 45 ഡിവൈഡഡ് ബൈ 8 നമുക്ക് എന്ത് കിട്ടും? 8 5s are 40 അല്ലേ? അപ്പോൾ 5. അപ്പോൾ നമുക്ക് 5 and 5/8 എന്ന് കിട്ടും. അപ്പോൾ ഇതിനെ 5:3 റേഷ്യോയിൽ കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ലെങ്ത്തുകൾ ഏതൊക്കെയാണ്? 9 and 3/8ഉം 9 and 3/8ഉം ഇത് 5 and 5/8ഉം ആണ്. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടുന്ന രണ്ട് ലെങ്ത്തുകൾ. അപ്പോൾ ഇങ്ങനെയാണ് അതിനെ കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഏതിനെടുത്ത് വരച്ചാലാണ് നമുക്ക് 5:3 എന്ന് പറയുന്ന റേഷ്യോ കിട്ടുന്നത്? 8 സെൻറ്റിമീറ്ററിന് നമുക്ക് അങ്ങനെ വരയ്ക്കാം അല്ലേ? 5 + 3 ആ റേഷ്യോയിൽ തന്നെയല്ലേ 8 സെൻറ്റിമീറ്ററിന് 5 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്റർ ആയിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ റേഷ്യോ 5:3 ആയിരിക്കില്ലേ? അപ്പോൾ നമുക്ക് അറിയാവുന്ന ലെങ്ത്ത് 8 സെൻറ്റിമീറ്റർ ആയിട്ട് നമുക്ക് 5ലും 3ലും കട്ട് ചെയ്തെടുക്കാം. അതിൽ നിന്ന് നമുക്ക് നമ്മുടെ 30 സെൻറ്റിമീറ്റർ വരയ്ക്കേണ്ടത് നിങ്ങൾ 15 സെൻറ്റിമീറ്റർ വരച്ചാൽ മതി. കാരണം എന്താണ്? 30 നമുക്ക് തന്നിരിക്കുന്നത് പെരിമീറ്ററാണ്, അതായത് ഇതിൻ്റെ മൊത്തം അളവാണ്. നമുക്ക് വേണ്ടത് എല്ലും ബിയും തമ്മിലുള്ള ആ സൈഡിൻ്റെയാണ് വേണ്ടു. കാരണം എന്താ? ഇതിൻ്റെ അല്ലേ നമ്മൾ പെരിമീറ്റർ വെച്ചിട്ട്, അതായത് ഈ ലെങ്ത്തിനെയാണ് നമ്മൾ ഈ റേഷ്യോയിൽ കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ എന്താവശ്യമുള്ളൂ? നമുക്ക് 15 സെൻറ്റിമീറ്ററിൻ്റെയാണ് നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ 15 സെൻറ്റിമീറ്റർ പിന്നെ വരച്ചിട്ട് അതിനെ കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ആദ്യം ഞാൻ വരയ്ക്കുന്നത് കാണിച്ചു തരാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? സ്കെയിലിൽ കട്ട് ചെയ്യുന്ന ലൈൻ ഏതാണ്? ഒന്നെങ്കിൽ മുകളിൽ അല്ലെങ്കിൽ താഴെയോ 15 എടുക്കാം. അപ്പം ഞാൻ ഇവിടെ നമുക്ക് 8 സെൻറ്റിമീറ്റർ എടുക്കാം. അപ്പോൾ ഞാനിവിടെ 8 സെൻറ്റിമീറ്റർ എടുക്കുന്നുണ്ട്. ഇത് 8 സെൻറ്റിമീറ്റർ ഞാൻ എങ്ങനെ കട്ട് ചെയ്യണമെന്നാണ് പറഞ്ഞത്? 5 and 3 അല്ലേ? 5 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്റർ. അപ്പോൾ 3:5 5:3 റേഷ്യോയിലായിരിക്കുമല്ലോ അത്. അപ്പോൾ ഇതാ 3 സെൻറ്റിമീറ്റർ ഇവിടെ കട്ട് ചെയ്തു. ബാക്കി ഇവിടെ വരെ അത് 5 ആയിരിക്കും. ഇത് 3 സെൻറ്റിമീറ്റർ, ഇത് 5 സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ നമുക്ക് 3 and 5 എന്ന് കിട്ടി. ഇപ്പോൾ 3:5. ഇപ്പോൾ ഇതിനെ കട്ട് ചെയ്തിരിക്കുന്ന റേഷ്യോ 3:5 ആണ്. ഇനി അടുത്തത് നമ്മൾ എന്ത് ചെയ്യണം? 15 സെൻറ്റിമീറ്റർ വരയ്ക്കണം അല്ലേ? 15 സെൻറ്റിമീറ്റർ. അപ്പോൾ നമ്മൾ 15 സെൻറ്റിമീറ്റർ വരയ്ക്കുമ്പോൾ ഇതാണ് നമ്മുടെ 15 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, 15 സെൻറ്റിമീറ്റർ. ഇനി 15 സെൻറ്റിമീറ്ററിൻ്റെ നമ്മൾ വരച്ചതിൽ എന്ത് ചെയ്യണം? ഈ പോയിൻറ്റുകൾ തമ്മിൽ യോജിപ്പിക്കാം. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ യോജിപ്പിച്ചു. അപ്പോൾ 15 സെൻറ്റിമീറ്റർ പിന്നെ നമുക്കിനി ഈ റേഷ്യോയിൽ കട്ട് ചെയ്തെടുക്കണം അല്ലേ? അപ്പോൾ നമ്മൾ ഈ പോയിൻറ്റുകൾക്ക് പാരലായിട്ട്, ഇതിന് പാരലായിട്ട് ഇതുപോലെ ഇവിടേക്ക് ഇങ്ങനെ പാരലൽ ലൈൻസ് വരയ്ക്കണം. അതായത് ഈ പാരലൽ ലൈനിൻ്റെ പാരലായിട്ട് എന്ത് ചെയ്യണം? ഇവിടേക്ക് ലൈൻ വരയ്ക്കണം അല്ലേ? അപ്പോൾ ഈ 15 സെൻറ്റിമീറ്റർ ലൈനിനെയും 3:5 റേഷ്യോയിൽ, അതായത് ഈ ലെങ്ത്തിൽ കട്ട് ചെയ്യപ്പെടും. കാരണം ഈ ലെങ്ത്ത് നമുക്ക് ഒരിക്കലും സ്കെയിലിൽ മെഷർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ അറിയാവുന്ന 8 സെൻറ്റിമീറ്ററിന് 3:5 ആ റേഷ്യോയിൽ കട്ട് ചെയ്തിട്ട് അതിൽ നിന്ന് വരയ്ക്കുന്ന പാരലൽ ലൈൻസും ഈ 15ന് 3:5 റേഷ്യോയിൽ കട്ട് ചെയ്യും. അപ്പോൾ 15ൻ്റെ 3:5 റേഷ്യോ എന്ന് പറയുന്നത് എത്രയാണ്? 9 and 3/8 5 and 5/8. ഇതാണ് അതിൻ്റെ ലെങ്ത്ത്. അപ്പോൾ ഇതിനെ ഈ ലെങ്ത്തിൽ ഇത് കട്ട് ചെയ്തോളും. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ പാരലൽ ലൈൻസ് ഇവിടെ വരയ്ക്കാം. അപ്പോൾ നമ്മൾ പാരലൽ ലൈൻ വരയ്ക്കാനായിട്ട് നമ്മളെപ്പോഴും ചെയ്യാറുള്ളപ്പോൾ ഇതിന് പാരലലായിട്ട് സെറ്റ് സ്ക്വയർ വയ്ക്കുക. സ്കെയിൽ നീക്കാതെ നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ഈ ആവശ്യമുള്ള പോയിന്റിലെത്തുമ്പോൾ
നമ്മളൊരു പാരലൽ ലൈൻ വരച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പോയിന്റിൽ ഇങ്ങനെ പാരലൽ ലൈൻ കിട്ടും. അപ്പോൾ നോക്കിക്കേ, ഇതിന് പാരലായിട്ട് നമ്മളിപ്പോൾ ഈ ലൈൻ വരച്ചു. അപ്പോൾ ഇതും എന്ത് ചെയ്തിട്ടുണ്ടാവും, ഈ ലൈനിനെ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇതാണ് വലിയ സൈഡ് അല്ലേ. വലിയ സൈഡ് നമ്മുടെ 9 and 3/8, മറ്റേത് 5 and 5/8 എന്ന് പറയുന്ന ലെങ്ത്തിൽ ഇതിനെ കട്ട് ചെയ്തിട്ടുണ്ടാവും. ഈ ലെങ്ത്തിൻ്റെ റേഷ്യോ എന്ന് പറയുന്നതും എന്തുതന്നെയാണ്, 3:5. ഓക്കെ, ഇത് 3, ഇത് 5. 3:5 റേഷ്യോയിലാണ് കട്ട് ചെയ്തിട്ടുണ്ടാവുക. 3 ആണ് കേട്ടോ, അത് 3:5 റേഷ്യോയിൽ കട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇത് 3:5 റേഷ്യോയിൽ ഇതിനെയും കട്ട് ചെയ്തു. ഏത്, നമ്മുടെ 15 സെൻറ്റിമീറ്ററിനെ. ഓക്കെ, ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് റെക്റ്റാങ്കിൾ പെരിമീറ്റർ 30 സെൻറ്റിമീറ്റർ ആൻഡ് സൈഡ്സ് ഇൻ ദ റേഷ്യോ. ഡ്രോ എ റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതിന്ന് നമുക്ക് റെക്റ്റാങ്കിൾ വരച്ചെടുക്കണം. അപ്പോൾ റെക്റ്റാങ്കിൾ വരച്ചെടുക്കുമ്പോൾ ഇതാണ് നമ്മുടെ എന്ത്, റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് അല്ലേ. ഇതാണ് റെക്റ്റാങ്കിളിൻ്റെ ബ്രെഡ്ത്ത് വരിക അല്ലേ, ഈ ചെറിയ സൈഡ്. അപ്പോൾ നമുക്കിപ്പോൾ ലെങ്ത്ത് കിട്ടിയല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ലെങ്ത്ത് മെഷർ എടുക്കും. അപ്പോൾ ഇത് ലെങ്ത്താണ്, നമുക്ക് ബ്രെഡ്ത്ത് ഇത് ഈ 5 and 5/8 ആയിരിക്കും അതിൻ്റെ ബ്രെഡ്ത്ത് വരിക അല്ലേ. ഇത് ബ്രെഡ്ത്താണ്. അപ്പോൾ ഇത് നമ്മളെടുത്തിട്ട് ഞാൻ താഴേക്ക് വരയ്ക്കുന്നുണ്ട്, ഇവിടേക്ക് ഒരു ആർക്ക് വരയ്ക്കാം. ഇനി ഇത് തന്നെയായിരിക്കുമല്ലോ ഇവിടെ നിന്നും വരിക ബ്രെഡ്ത്ത്. ഈ ബ്രെഡ്ത്ത് നമ്മളിവിടെ വരച്ചു. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ഈ പോയിന്റിൽ നിന്നും നിങ്ങൾക്ക് വരയ്ക്കാം, അതുപോലെ ഈ പോയിന്റിൽ നിന്നും വരയ്ക്കാം. നമുക്കറിയാം റെക്റ്റാങ്കിൾ എന്ന് പറയുമ്പോൾ അത് 90 ഡിഗ്രി ആയിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ കറക്റ്റ് ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്യുക, ഒരു 90 ഡിഗ്രി, അതായത് കറക്റ്റ് നമ്മൾ ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുക. അപ്പോൾ അത് ഈ ആർക്കിനെ ഇവിടെ ടച്ച് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ അത് ആ ഒരു പോയിന്റ് നമ്മൾ എടുക്കുക. എൻ്റെ ഇവിടെ ഈ എഴുതിയത് വന്നു, സോറി, ഇത് ഇത്തിരി വലിയ ലെങ്ത് ആയതുകൊണ്ടാണ് കേട്ടോ. ഇനി അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് കിട്ടും. ഇവിടെയും അങ്ങനെ തന്നെയല്ലേ, 90 ഡിഗ്രി എടുക്കുക. അതായത് റെക്റ്റാങ്കിളിൻ്റെ മൂലകളൊക്കെ, കോർണേഴ്സൊക്കെ 90 ഡിഗ്രി ആയിരിക്കും അല്ലേ. അപ്പോൾ അതുപോലെ വളയാതെ 90 ഡിഗ്രി വരച്ചെടുക്കാം. ഇത് 90 ഡിഗ്രി കിട്ടും. ഇവിടെ നമ്മൾ ഈ പോയിന്റിൽ ഇവിടെ കട്ട് ചെയ്യും അല്ലേ, നമ്മൾ വരച്ച ആർക്ക്. ഇത്ര ലെങ്ത്താണ്. ഈ ലെങ്ത്ത് 5 and 5/8 ആയിരിക്കും. ഈ ലെങ്ത്തും 5 and 5/8 ആയിരിക്കും. ഇനി ഇത് തമ്മിൽ യോജിപ്പിക്കാം. ഇത് തമ്മിൽ യോജിപ്പിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ലെങ്ത്ത് എന്തായിരിക്കും, ഈ ലെങ്ത്ത്, ഈ അതേ ലെങ്ത് ആയിരിക്കും. അതായത് 9 and 3/8 കിട്ടും. അപ്പോൾ നമുക്കൊരു റെക്റ്റാങ്കിൾ കിട്ടിയല്ലോ. ഏതാണ് നമ്മുടെ റെക്റ്റാങ്കിൾ, ഇവിടുത്തെ നമ്മുടെ റെക്റ്റാങ്കിൾ ഏതാണ്, ഇതാണ് നമുക്ക് കിട്ടുന്ന റെക്റ്റാങ്കിൾ. ഈ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത് എത്രയായിരിക്കും, ഈ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്ത് 9 and 3/8ഉം ബ്രെഡ്ത്ത് 5 and 5/8 ആയിരിക്കും. ഓക്കെ, ഇവിടെ 9 and 3/8 കിട്ടും, ഇവിടെ 5 and 5/8 കിട്ടും. ഇങ്ങനെ നമുക്ക് ഇത് വരച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെ തരുമ്പോൾ നമ്മൾ 30 സെൻറ്റിമീറ്റർ പെരിമീറ്ററാണ്. അപ്പോൾ അതിന് നമ്മൾ L+B 15 സെൻറ്റിമീറ്റർ ആണെന്ന് കണ്ടുപിടിച്ചു. അതിനുശേഷം അതിൻ്റെ റേഷ്യോയിലുള്ള ലെങ്ത്തുകൾ എത്രയാണെന്ന് കണ്ടുപിടിച്ചു. കാരണം 5 അതായത് 15ൻ്റെ 5/8 പാർട്ടും 15ൻ്റെ 3/8 പാർട്ടും. അപ്പോൾ നമുക്ക് 5:1 റേഷ്യോയിൽ എത്രയാണ് അതിൻ്റെ ലെങ്ത്ത് എന്ന് കിട്ടും. ഒന്ന് നമുക്ക് 9 and 3/8 കിട്ടി, ഒന്ന് 5 and 5/8 കിട്ടി. അപ്പോൾ നമ്മൾ ആദ്യം നമുക്കറിയാവുന്ന 8 സെൻറ്റിമീറ്ററിനെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, 3 and 5ൽ കട്ട് ചെയ്യാൻ പറ്റുക. ആ ലൈൻ എടുത്ത് നമ്മൾ 3ലും 5ലും നമ്മൾ കട്ട് ചെയ്ത് വരച്ചു. പിന്നെ നമ്മൾ വരയ്ക്കേണ്ട 15 സെൻറ്റിമീറ്ററിനെ അതുപോലെ വരച്ച് നമ്മൾ മുമ്പ് ചെയ്യാനുള്ള പ്രോബ്ലം പോലെ തന്നെ പാരലൽ ലൈൻ വരച്ചെടുത്തു. അപ്പോൾ അത് നമ്മുടെ 15 സെൻറ്റിമീറ്റർ ലൈനും എന്ത് ചെയ്യും, 3:5 റേഷ്യോയിൽ കട്ട് ചെയ്യും അല്ലേ. 5:3 എന്ന് പറയുന്നത് ഞാനിവിടെ ആദ്യം 3 ചെറിയ നമ്പർ ആയതുകൊണ്ടാണ് 3:5 എന്ന് പറയുന്നത് കേട്ടോ. രണ്ടും സെയിം തന്നെയാണ്. ഇത് 3, ഇത് 5 പാർട്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തു. ഇനി ഇതിലെ ഈ ലെങ്ത്ത് വെച്ചിട്ടാണ് ഇവിടെ നിന്നാണ് നമ്മൾ റെക്റ്റാങ്കിൾ വരയ്ക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് ആണ് അല്ലേ. ഇനി ഇത് നമ്മൾ മെഷർ ചെയ്ത് കോമ്പസിലെടുക്കുക. ഇത് നമ്മുടെ ബ്രെഡ്ത്ത്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ട് ഒരാർക്ക് വരച്ചു ഈ ലെങ്ത്ത് എടുത്ത് വെച്ചിട്ട്. അതായത് നമ്മൾ കോമ്പസിൽ നമ്മൾ എത്രയാണോ ഈ ലെങ്ത്ത് അല്ലേ മെഷർ ചെയ്തത്, ഇതാണ് ഇവിടെ നിന്ന് ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് ആർക്ക് വരച്ചു, ഇവിടെ നിന്ന് ഇങ്ങോട്ടും ആർക്ക് വരച്ചു. പിന്നെ സെറ്റ് സ്ക്വയർ വെച്ചിട്ട് നേരെ പെർപെൻഡിക്കുലർ ലൈൻ വരച്ച് ആ കിട്ടുന്ന കൂട്ടിമുട്ടുന്ന പോയിൻറ്റ്സുകൾ തമ്മിൽ ജോയിൻ ചെയ്തു. അപ്പോൾ നമുക്ക് വേണ്ട റെക്റ്റാങ്കിൾ കിട്ടി. അപ്പോൾ ഈ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും തമ്മിലുള്ള റേഷ്യോ എന്തായിരിക്കും, 5:3 എന്നുള്ളതായിരിക്കും. ലെങ്ത്ത് ഈസ് ടു ബ്രെഡ്ത്ത് ആണെങ്കിൽ. ഇനി ബ്രെഡ്ത്ത് ഈസ് ടു ലെങ്ത്ത് ആണെങ്കിൽ
3:5. ഓക്കെ, ആദ്യം ആരാണോ പറയണത് അയാളുടെയാണ് ആദ്യം എഴുതേണ്ടത്. ലെങ്ത് ഈസ് ടു ബ്രെഡ്ത്ത് ആണെങ്കിൽ 5:3, ബ്രെഡ്ത്ത് ഈസ് ടു ലെങ്ത് ആണെങ്കിൽ 3:5. അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് റെക്റ്റാങ്കിൾ കിട്ടും. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് വരച്ച് നോക്കുക. 2-3 വട്ടം നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റും.